ആദ്യത്തെ ലൈംഗിക പീഡന പരാതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഹൈക്കോടതി കഴിഞ്ഞ ആഴ്ച മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് കർശന ഉപാധികളോടെ 16-ാം തീയതി മുതൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയത്. 16, 17, 18 തീയതികളിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. അതിൻ പ്രകാരം രാവിലെ 10 മണിയോടെയാണ് പോലീസ് നേരത്തെ നിർദ്ദേശിച്ചതനുസരിച്ച് SITയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകിയത്. അങ്ങനെയാണ് പോലീസ് ക്യാമ്പിൽ എത്തി ഇപ്പോൾ ചോദ്യം ചെയ്യലിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹാജരായിരിക്കുന്നത്. രാവിലെ 10 മണിയോടെയാണ് സ്വകാര്യ വാഹനത്തിൽ രാഹുൽ ഇവിടേക്ക് എത്തിയത്. അതിനുശേഷം ഈ വിശദമായ ചോദ്യം ചെയ്യൽ 10 മണിയോടെ തന്നെ ആരംഭിക്കും. 10 മണിക്ക് ശേഷം ആരംഭിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എടുത്തു പറയേണ്ട കാര്യം, പോലീസ് ആസ്ഥാനത്തെ AIG G പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തന്നെ ഏറ്റവും പ്രധാനമായി ചോദ്യാവലി തയ്യാറാക്കിക്കൊണ്ടാകും ഈ ചോദ്യം ചെയ്യൽ നടക്കുകയെന്ന സൂചനകളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വൈദ്യ പരിശോധന അടക്കം ചോദ്യം ചെയ്യുന്ന ഭാഗമായി രാഹുലിന്റെ വൈദ്യ പരിശോധന അടക്കം നടക്കുമെന്ന വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അത് ഏത് തരത്തിലാകും ആ വൈദ്യ പരിശോധന? അതായത് ചോദ്യം ചെയ്യൽ ഒരു ഘട്ടം പൂർത്തിയായതിനു ശേഷമായിരിക്കുമോ, അതോ അതിനു മുമ്പ് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് രാഹുലിനെ വിധേയമാക്കുമോ എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. എന്തായാലും 3 ദിവസമാണ് ചോദ്യം ചെയ്യലിന് അനുവദിച്ചിരിക്കുന്നത്. കസ്റ്റഡിക്ക് സമാനമായ ചോദ്യം ചെയ്യലാണ് നടക്കുക. അതുകൊണ്ട് തന്നെ ഈ പേരൂർക്കട SIP ക്യാമ്പിന് സമീപത്തുള്ള പോലീസിന്റെ ക്യാമ്പ് ഓഫീസിൽ വെച്ച് നടക്കുന്ന ഈ വിശദമായ ചോദ്യം ചെയ്യൽ ഒരുപക്ഷെ ഒരു വേള പിന്നിട്ടതിന് ശേഷമായിരിക്കാം വൈദ്യ പരിശോധനയ്ക്കായി രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് പുറത്തേക്ക് കൊണ്ടുപോവുക എന്ന വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നേരത്തെ 3ാമത്തെ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് നിന്ന് അപ്രതീക്ഷിതമായി അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ രാഹുലിന്റെ സ്മാർട്ട് ഫോൺ അടക്കം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ പോലീസ് ശ്രമിച്ചിരുന്നു. പക്ഷേ അന്ന് ഫോണിന്റെ പാസ്വേഡ് കൈമാറാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ 1ാമത്തെ കേസുമായി ബന്ധപ്പെട്ട രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ജസ്റ്റിസ് കൗസർ ഇടപ്പകത്ത് നടത്തിയ പ്രധാനപ്പെട്ട പരാമർശങ്ങളിൽ ഒന്ന്, ഈ സ്മാർട്ട് ഫോണും പാസ്പോർട്ടും അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാക്കണം, അതിൻ്റെ പാസ്വേഡ് അടക്കം പറഞ്ഞു നൽകണം എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഫോൺ വിശദമായി പരിശോധിക്കുന്നതിലൂടെ ഈ പരാതിക്കാരി ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് അവരുടെ ദൃശ്യങ്ങൾ ആ മൊബൈൽ ഫോണിനുള്ളിലുണ്ട്. ആ ദൃശ്യങ്ങൾ കാണിച്ച് തന്നെ ഭീഷണിപ്പെടുത്തി പലപ്പോഴും അതിക്രമത്തിന് ശ്രമിച്ചു എന്നൊക്കെ പരാതിയിൽ പരാമർശങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ നിജസ്ഥിതി ബോധ്യപ്പെടണമെങ്കിൽ ഈ സ്മാർട്ട് ഫോൺ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ഫോൺ കേന്ദ്രീകരിച്ച വിശദമായ പരിശോധന നടത്താനുള്ള നീക്കം ആദ്യഘട്ടം മുതൽ തന്നെ പോലീസ് നടത്തിയത്. പക്ഷേ അതിനോട് രാഹുൽ അനുകൂലമായ ഒരു സമീപനമല്ല അന്വേഷണ